भवतु मे सदा। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्वी नावधीतमस्तु मा विद्युषावहै। ॐ शान्ति शान्ति ശാന്തി. നമുക്ക് തുടങ്ങാം. ഇന്ന് ശ്രീരാമോദന്തം 9ാമത്തെ ശ്ലോകം 8 വരെ ശ്ലോകങ്ങളിലായിട്ട് രാവണൻ സഹോദരന്മാരോട് കൂടി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങളെല്ലാം നേടി പിന്നീട് രാവണൻ വൈശ്രവണനെ തോൽപ്പിച്ച് ലങ്കയും പുഷ്പക വിമാനവും കൈയടക്കി എന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ മയന്റെ മകളായിട്ടുള്ള മണ്ഡോദരിയെ വിവാഹം ചെയ്യുകയും അതിൽ മേഘനാഥൻ എന്ന് പറഞ്ഞ പുത്രൻ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? രസാം രസാതലം ജൈവ വിജിത്യ സതു രാവണ ലോകാനാക്രമയൻ സർവാൻ ജഹാര ച വിലാസിനി. രസാം രസാതലം ചൈവ വിജിത്യ സതു രാവണ ലോകാനാക്രമയൻ സർവാൻ ജഹാര ച വിലാസിനി. രസാം രസാതലം ചൈവ വിജിത്യ സതു രാവണ ലോകാനാക്രമയൻ സർവാൻ ജഹാര ച വിലാസിനി. അനന്തരം പദച്ഛേദ. രസാം രസാതലം ച ഏവ ചൈവ വിജിത്യ സഹ ഇതി വിസർഗസഹിതം സ തു രാവണ സതു ഇത്യത്ര സന്ധിപദം ഭവതി. സന്ധിർവർത്തതേ തത്ര വ്യത്യസ്ത രീതിയ ഇവ തത്ര ലേഖനം വേറെ വേറെ എഴുതിയിട്ടുണ്ടെങ്കിലും സാധു എന്ന് വേറെ വേറെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവിടെ സന്ധിയുണ്ട്. അപ്പൊ സഹ വിസർഗത്തോടു കൂടിയ സ എന്നുള്ള വാക്ക് എന്നാണ് സന്ധി ഛേദം ചെയ്യുമ്പോ. തു രാവണ ലോകാൻ ആക്രമയൻ ലോകാൻ ആക്രമയൻ സർവാൻ ജഹാര സർവാൻ ജഹാര ച വിലാസിനി ഇതി. രസാം രസാതലം ച ഏവ വിജിത്യ സ തു രാവണ ലോകാൻ ആക്രമയൻ സർവാൻ ജഹാര ച വിലാസിനി ഇതി പദച്ഛേദം. എങ്ങനെയാണ് പദച്ഛേദം? ഇനി ഓരോ വാക്കുകളുടെ ആയിട്ടുള്ള അർത്ഥങ്ങളും അതിന്റെ അന്തലിംഗ വിഭക്തികളും മറ്റും നമുക്ക് നോക്കാം. രസാം രസാ നാമ ഭൂമി. രസാ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദ രസാ ആ അല്ലെ ആകാരാന്ത സ്ത്രീലിംഗ രസാ ഭൂമി ഇത്യർത്ഥ. ഭൂമി എന്ന അർത്ഥാണ് രസ എന്ന വാക്കിന് ആകാരാന്ത സ്ത്രീലിംഗാണ്. സ്ത്രീലിംഗത്തിൽ ഇരിക്കുമ്പോഴാണ് അതിന് ഭൂമി എന്നുള്ള അർത്ഥം വരുന്നത്. രസ പുല്ലിംഗത്തിൽ വേറെ പല അനവധി അർത്ഥങ്ങളുണ്ട്. ശൃംഗാരരസ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഷഡ്രസ എന്നൊക്കെ പറഞ്ഞ വേറെ പല അർത്ഥങ്ങളിലേക്കും വരുമ്പോൾ അത് പുല്ലിംഗമായി മാറുന്നു. അനവധി അർത്ഥങ്ങൾ അവിടെയുണ്ട്. രസ എന്നുള്ളതിന് ഭൂമി എന്നർത്ഥം. രസാം ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദസ്യ രസാ ഇതി ശബ്ദസ്യ ദ്വിതീയ വിഭക്തൗ ഏകവചനം ഭവതി രസാം ഭൂമിയെ. ദ്വിതീയക്ക്
അതിനെ, അതിനോട്, അതിലേക്ക് എന്നൊക്കെ അർത്ഥം. ഇവിടെ ഭൂമിയെ എന്നർത്ഥം. എങ്ങനെയാണോ ലതാ സീതാ ശബ്ദങ്ങളെല്ലാം രൂപങ്ങൾ 21 രൂപങ്ങളും 7 വിഭക്തികളിലായിട്ട് 3 വചനങ്ങളിലായിട്ട് സംഭവിക്കുന്നത്. ഒരു സംബോധന പ്രഥമയും 3 എണ്ണം വരും, അങ്ങനെ 24 എണ്ണം വരും. അതുപോലെ രസാ ശബ്ദം, രസാ, രസേ, രസാ, ഹേ രസേ, ഹേ രസേ, ഹേ രസാ, രസാം, രസേ, രസാ. ഇതാണ് ദ്വിതീയ. രസാം, രസേ, രസാ, ഇങ്ങനെയാണ് ദ്വിതീയ വരുന്നത്. രസയാ, രസാഭ്യാം, രസാഭി, രസായൈ, രസാഭ്യാം, രസാഭ്യ, രസായാ, രസാഭ്യാം, രസാഭ്യ, രസായാ, രസയോ, രസാനാം, രസായാം, രസയോ, രസാസു എന്ന് പൂർണ്ണ രൂപം രസശബ്ദത്തിന്റെ. അതല്ലേ ദ്വിതീയ ഏകവചനാണ് രസാം. അടുത്ത വാക്ക് രസാതലം. രസാതലം പാതാളം എന്നർത്ഥം. രസാതലം പാതാളം. അകാരാന്ത നപുംസലിംഗ രൂപം ഭവതി രസാതലം. തസ്യ ദ്വിതീയ വിഭക്തോ ഏകവചനം ഭവതി പാതാളത്തെ. രസാതലം എന്ന് പ്രഥമ വിഭക്തിയിലും ദ്വിതീയ വിഭക്തിയിലും ഒരേപോലെ ഇരിക്കും അല്ലെ. വനം വനേ വനാനി, വനം വനേ വനാനി എന്ന് സിദ്ധരൂപത്തിൽ നമുക്ക് കാണാം. അതുപോലെയുള്ള വാക്കാണ് രസാതലം, രസാതലേ, രസാതലാനി, ഹേ രസാതല, ഹേ രസാതലേ, ഹേ രസാതലാനി, രസാതലം, രസാതലേ, രസാതലാനി. തൃതീയ മുതല് പുല്ലിംഗത്തിന്റെ രൂപങ്ങളായി വരും. തൃതീയ വിഭക്തി മുതല് പുല്ലിംഗത്തിന്റെ രൂപമാണ്. രസാതലം ച ഏവ ചൈവ. ച അടുത്ത വാക്ക്. ച എന്നുള്ളത് അവ്യയപദമാണ്. ച അവ്യയം. ഏവ എന്നുള്ളതും അവ്യയമാണ്. ച എന്നുള്ളതിന് അതും എന്നർത്ഥം. ഏവ അതു തന്നെ എന്നർത്ഥം. ഏവ അവ്യയപദമാണ്, അതിന് അതു തന്നെ എന്നർത്ഥം. ചൈവ, ച ഏവ ചൈവ രണ്ടും അവ്യയപദങ്ങളാണ്. വിജിത്യ അടുത്ത വാക്ക്. വിജിത്യ ജയിച്ചിട്ട്. ല്യബന്ധം അവ്യയമാണ് വിജിത്യ. വി എന്നുള്ളത് ഉപസർഗമാണ്. ല്യബന്ധം അവ്യയം വരുമ്പോ ഉപസർഗം വരുന്നു. ജി എന്നുള്ള ധാതു അതിൽ നിന്നുണ്ടായിട്ടുള്ള ല്യബന്ധം അവ്യയമാണ്. ല്യബന്ധം അവ്യയങ്ങൾക്ക് ല്യബന്ധത്തിനും ദ്വാന്തത്തിനുമെല്ലാം ചെയ്തിട്ട്, കണ്ടിട്ട്, പോയിട്ട് തുടങ്ങിയ അർത്ഥങ്ങൾ വരുന്നു. ഇവിടെ ജയിച്ചിട്ട് എന്നർത്ഥം. സ അടുത്ത വാക്ക്. സ ദകാരാന്ത പുല്ലിംഗ പ്രഥമാ വിഭക്തി ഏകവചനം ഭവതി സ. തത് ശബ്ദം. തത് എന്നാണ് ശബ്ദം, അതുകൊണ്ടാണ് ദകാരാന്തം എന്നിരിക്കുന്നത്. ഹലന്ത രൂപങ്ങളിൽ അതിന്റെ ബഹുവചനം നോക്കിയിട്ട് വേണം നമ്മൾ എന്താണ് അന്തം എന്ന് തീരുമാനിക്കാൻ. സ, തൗ, തേ എന്നാണ് രൂപം. തേ എന്നാണ് അവസാനം ഇരിക്കുന്നത്, അന്തം ഇരിക്കുന്നത്. അങ്ങനെയാണ് ഹലന്തങ്ങളുടെ അന്തത്തിനെ തീരുമാനിക്കുക. തകാര ദകാരാന്തമാണ്. തത് എന്നാണ് ശബ്ദം. തേ എന്നാണ് ബഹുവചനം ഇരിക്കുന്ന നവിയുടെ സർവനാമ ശബ്ദമാണ്. തത് എന്നാണ് ശബ്ദം ഇരിക്കുന്നത് എന്നതുകൊണ്ട് ദകാരാന്ത പുല്ലിംഗ പ്രഥമാ വിഭക്തി ഏകവചനം ആണ് സ എന്നുള്ളത്. സ, തൗ, തേ, തം, തൗ, താൻ, തേന, താഭ്യാം, തൈ, തസ്മായി, താഭ്യാം, തേഭ്യ, തസ്മാത്, താഭ്യാം, തേഭ്യ, തസ്യ, തയോ, താസാം, തസ്മിൻ, തയോ, തസ്യ, തയോ, തേഷാം. തേഷാം നട്ടോ വരാം പുല്ലിംഗം. തസ്മിൻ, തയോ, തേഷു. സ, തൗ, തേ, തം, തൗ, താൻ, തേന, താഭ്യാം, തൈ, തസ്മൈ, താഭ്യാം, തേഭ്യ,
തസ്മാത് താഭ്യാം തേഭ്യ തസ്യ തയോ തേഷാം തസ്മിൻ തയോ തേഷു എന്ന് പൂർണ്ണരൂപ സർവനാമ ശബ്ദങ്ങളിൽ പെട്ടതാണ്. ദകാരാന്തമാണ്. തത് ശബ്ദത്തിന്റെ പുല്ലിംഗ രൂപമാണ് ഇത്. അതിന്റെ പ്രഥമ വിഭക്തിയിലെ ഏകവചനമാണ് സ, അവൻ എന്ന് അർത്ഥം. അടുത്തത് തു. തു എന്നുള്ളത് അവ്യയമാണ്. അപ്പൊ ഇവിടെ നമ്മൾ 3 അവ്യയങ്ങളെ കണ്ടു. ച, ഏവ, തു. എന്താണ് അവ്യയങ്ങള്? അവ്യയം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ്. എല്ലാ വിഭക്തികളിലും എല്ലാ വചനങ്ങളിലും എല്ലാ ലിംഗങ്ങളിലും സമാന രൂപങ്ങളായിട്ടിരിക്കുന്നതിനെയാണ് അവ്യയം. അതിനൊരു മാറ്റവും ഇല്ല എന്നർത്ഥം. നാമപദത്തിൽ പെട്ടത് തന്നെയാണ്, പക്ഷെ അതേ അർത്ഥങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ അതിന് വിഭക്തി ഭേദങ്ങളോ വചനഭേദങ്ങളോ ഒന്നുമില്ല, ലിംഗമൊന്നുമില്ല, മാറ്റമില്ലാത്തത് എന്നാണ് അർത്ഥം. തു ആകട്ടെ എന്നർത്ഥം. അടുത്ത വാക്ക് രാവണ അല്ലെ? രാവണ അകാരാന്ത പുല്ലിംഗ, രാമശബ്ദവത്. രാവണ, രാവണോ, രാവണ. ഹേ രാവണ, ഹേ രാവണോ, ഹേ രാവണ. രാവണം, രാവണൗ, രാവണാൻ. രാവണേന, രാവണാഭ്യാം, രാവണായി. രാവണായ, രാവണാഭ്യാം, രാവണേഭ്യ. രാവണാത്, രാവണാഭ്യാം, രാവണേഭ്യ. രാവണസ്യ, രാവണയോ, രാവണാനാം. രാവണേ, രാവണയോ, രാവണേഷു. രാമശബ്ദം പോലെ ഇരിക്കും, ബാലശബ്ദം ഒക്കെ പോലെ. രാവണ ശബ്ദം അകാരാന്ത പുല്ലിംഗം. അടുത്ത അനന്തരം ലോകാൻ. ലോകാൻ, ലോകാൻ ആക്രമയൻ. ലോകാൻ ആക്രമയൻ. ലോകാൻ. ലോകഃ, ലോക എന്ന അകാരാന്ത പുല്ലിംഗാണ് ലോക. രൂപം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? ലോകാൻ ഏതുപോലെ ഇരിക്കുന്നു? രാമാൻ, ബാലാൻ എന്നൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് പുല്ലിംഗ രൂപമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ലോക എന്ന സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ ലോകാൻ എന്നൊരു പ്രയോഗം ഇല്ലല്ലോ, അല്ലെ? അപ്പൊ ഇത്തരം ചില പ്രയോഗങ്ങളെ കാണുമ്പോഴും നമുക്ക് ലിംഗത്തിനെ തിരിച്ചറിയാനുള്ള വിവേകശക്തി, വിവേക ബുദ്ധി ഉണ്ടാക്കിയെടുക്കാം. ഇത്തരം പ്രയോഗങ്ങൾ അപ്പൊ അടിസ്ഥാനപരമായിട്ട് കുറച്ച് രൂപങ്ങൾ പഠിക്കുകയും ഒപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ വരുമ്പോൾ ഈ തിരിച്ചറിവിനെ സ്വാംശീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഭാഷ വളരും. ലോകാൻ, രാമാൻ, ബാലാൻ എന്നതുപോലെയാണ്. അതുകൊണ്ട് ഇത് അകാരാന്താണ്, പുല്ലിംഗാണ്, സ്ത്രീലിംഗമൊന്നുമല്ല എന്ന് ഉറപ്പിക്കാം. ലോക, ലോകൗ, ലോക. ഹേ ലോക, ഹേ ലോകോ, ഹേ ലോക. ലോകം, ലോകൗ, ലോകാൻ. പിന്നെ തൃതീയ മുതൽ നമ്മൾ രാവണ ശബ്ദം പറഞ്ഞ പോലെ എല്ലാം വരുന്നു. ലോകേന തുടങ്ങിയ തൃതീയ മുതൽ വരുന്നു. ലോകാൻ, ലോകങ്ങളെ എന്നർത്ഥം. ദ്വിതീയക്ക് അതിനോട് അതിലേക്ക് എന്നൊക്കെ അല്ലേ അർത്ഥം. ഇവിടെ ലോകങ്ങളെ, ബഹുവചനാവുകൊണ്ട് ലോകങ്ങളെ. ആക്രമയൻ, അടുത്ത വാക്ക് ആക്രമയൻ. ആക്രമണം ചെയ്യുന്നവൻ ആയിട്ട് എന്നർത്ഥം. ആക്രമയൻ, ആക്രമണം ചെയ്യുന്നവൻ. നാമപദമാണ്, ക്രിയയിൽ നിന്നും ഉണ്ടായിട്ടുള്ള നാമപദമാണ് ആക്രമയൻ, ആക്രമണം ചെയ്യുന്നവൻ. ആക്രമയൻ, ആക്രമയന്തൗ, ആക്രമയന്ത എന്ന് തകാരാന്ത പുല്ലിംഗാണ് വരിക. ഹലന്തങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ക്ലാസ്സുകൾ കഴിയുമ്പോൾ കൂടുതൽ ഹലന്തങ്ങളെ പഠിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ രൂപങ്ങളിലേക്ക് കടക്കാം. ഇത് ആക്രമയൻ എന്നുള്ളത് തകാരാന്ത പുല്ലിംഗമാണെന്ന് മനസ്സിലാക്കാം. അതിന്റെ പ്രഥമ വിഭക്തിയിലുള്ള ഏകവചന രൂപമാണ് ആക്രമയൻ. മഹാൻ എന്നൊക്കെയുള്ള ശബ്ദം പോലെയൊക്കെ ഇരിക്കും ആക്രമയൻ. സർവാൻ, അടുത്ത വാക്ക്. സർവശബ്ദം സർവനാമങ്ങളിലുള്ളതാണ്. സർവ, സർവൗ, സർവേ. ഹേ സംബോധന ഇല്ല, കാരണം അത് പേരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ സംബോധന വരുന്നില്ല. സർവം, സർവൗ, സർവാൻ. സർവനാമ ശബ്ദങ്ങളിൽക്കൊന്നും സംബോധന സംഭവിക്കും, സംബോധന പ്രഥമ ഇല്ല.
അസ്മത് യുഷ്മത്. അതുപോലെ ദകാരാന്തം നമ്മൾ കണ്ട തദ് ശബ്ദം, തദ് ശബ്ദത്തിനൊന്നും സംബോധന പ്രഥമ ഇല്ല, ഇതിനുമില്ല. സർവ സർവൗ സർവേ, സർവം സർവൗ സർവാൻ എന്ന് വരും. സർവാൻ എല്ലാത്തിനെയും. അകാരാന്ത പുല്ലിംഗ സർവനാമ ശബ്ദം. അകാരാന്ത പുല്ലിംഗമായിട്ടുള്ള സർവനാമ ശബ്ദമാണ്. അപ്പൊ അകാരാന്ത പുല്ലിംഗം രാമ ബാല ശബ്ദങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ സർവനാമ ശബ്ദങ്ങളുടെ രൂപങ്ങളില് പല വിഭക്തിയിലും രൂപഭേദങ്ങൾ ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. സർവവും സർവേ എന്ന വരിക. രാമ രാമു രാമാൻ എന്ന് പോലെയല്ല, രാമ എന്ന് പോലെയല്ല. സർവേ എന്നാണ് പ്രഥമ വിഭക്തി ബഹുവചനം തന്നെ സംഭവിക്കുന്നത്. അതുപോലെ പല വിഭക്തിയിലെ പല വചനങ്ങളിലും കുറെ വ്യത്യാസം ആ രൂപത്തിന് ഉണ്ട്. ലോകാൻ, ആക്രമയൻ, സർവാൻ, ജഹാര. അടുത്ത വാക്ക് ജഹാര ക്രിയാപദമാണ്, സമ്പൂർണ്ണ ക്രിയാപദമാണ് ഈ ശ്ലോകത്തിലെ ജഹാര. ഹൃ ധാതുവിന്റെ ലിട്ട് രൂപമാണ് ജഹാര. ഹരതി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഹരിക്കുക. ആ ഹൃധാതുവിന്റെ ലിട്ട്, ഭൂതകാലാർത്ഥത്തിലുള്ള ലിട്ടിലുള്ള രൂപമാണ് ജഹാര. ഹരിച്ചു, മോഷ്ടിച്ചു എന്നൊക്കെ അർത്ഥം. മോഷ്ടിച്ചു. പ്രഥമ പുരുഷ ഏകവചനാണ് ജഹാര. ജഹാര ഇതി ഹൃധാതോ ലിടി പ്രഥമ പുരുഷ ഏകവചനം. പ്രഥമ പുരുഷൻ എന്ന് പറയുമ്പോ ഞാനും നീയും അല്ലെ, അസ്മത് യുഷ്മത് ശബ്ദങ്ങൾ ഒഴിച്ച്. അതായത് ഇംഗ്ലീഷിൽ പറയാ, ഇംഗ്ലീഷിലേക്ക് നമുക്ക്, ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ തേർഡ് പേഴ്സൺ ആണ് അല്ലെ. ബാക്കി എല്ലാത്തിനും നമ്മൾ തേർഡ് പേഴ്സൺ ആയിട്ട് കണക്കാക്കുന്നു. അതുപോലെയാണ് പ്രഥമ പുരുഷൻ. സംസ്കൃതത്തില് പ്രഥമ പുരുഷ ഏകവചനാണ് ജഹാര. അപ്പോ തീർച്ചയായിട്ടും അതിന്റെ കർത്താവും അസ്മത് യുഷ്മത് ശബ്ദങ്ങളിലല്ലാത്ത ഞാൻ, ഞങ്ങൾ, അല്ലെങ്കിൽ നീ, നിങ്ങൾ എന്നല്ലാത്ത വേറെന്തെങ്കിലും ഒരു വാക്ക്, വേറെ ഏതെങ്കിലും ആള് ആയിരിക്കും. ജഹാര ച, വീണ്ടും ച അവ്യമാണ്, അത് അവരെയും എന്നർത്ഥം. വിലാസിനി, ഈ രൂപം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈകാരാന്ത നദീ ശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവചനം പോലെയാണല്ലോ ഇതിരിക്കുന്നത്. നദീ, നദ്യൗ, നദ്യ. ഹേ നദി, ഹേ നദ്യൗ, ഹേ നദ്യ. നദീം നദ്യൗ നദീ എന്നിരിക്കുന്നുണ്ടല്ലോ, അതുപോലെയാണ് ഇത്. അപ്പോ ഈകാരാന്ത സ്ത്രീലിംഗ ദ്വിതീയ വിഭക്തി ബഹുവചനം ഭവതി വിലാസിനി. വിലാസിനി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നർത്ഥം. വിലാസം ഉള്ളവൾ, സ്ത്രീ. വിലാസിനി ദ്വിതീയാണ് അല്ലെ. ദ്വിതീയയുടെ അർത്ഥം നോക്കിയിട്ട് സ്ത്രീകളെ എന്നർത്ഥം. വിലാസിനി സ്ത്രീകളെ എന്നർത്ഥം. ഇനി നമുക്ക് ഇതിന്റെ അന്വയത്തിലേക്ക് കടക്കാം. ഇവിടെ പൂർണ്ണമായിട്ടുള്ള ക്രിയാപദമാണ് ജഹാര. ജഹാര എന്ന ക്രിയാപദം അല്ലെ. മോഷ്ടിച്ചു എന്നർത്ഥം. ആര് എന്ന് ചോദ്യം. ആര് മോഷ്ടിച്ചു? അപ്പൊ പ്രഥമ പുരുഷൻ ഏകവചനത്തിനോട് ബന്ധപ്പെടാൻ അത്തരത്തിലുള്ള ഒരു കർത്തൃപദമാണ് ഇവിടെ ഉള്ളത്. ജഹാര എന്നുള്ളത് ഏകവചനമാണ് അല്ലെ. അപ്പോ ഏകവചനത്തിലുള്ളൊരു കർത്താവാണ്. ആ വാക്കാണ് രാവണ. രാവണ ജഹാര. ആ മോഷ്ടിക്കുമ്പോ എന്തിനെങ്കിലും മോഷ്ടിക്കണ്ടേ? എന്തിനെ മോഷ്ടിച്ചു? നമുക്ക് ഏതുകളെ അല്ലെ ഇവിടെ കാണാം. മോഷ്ടിക്കുക, ഇത്തരം വീരശൂര പരാക്രമികളൊക്കെ അല്ലെ ചെയ്യുന്ന കാര്യം. വിലാസിനി ജഹാര, വിലാസിനിമാരെ, സ്ത്രീകളെ മോഷ്ടിച്ചു എന്നർത്ഥം. രാവണ വിലാസിനി ജഹാര. എപ്പോ
എങ്ങനെ അല്ലെ? അടുത്ത ചോദ്യങ്ങള്. കിം കൃത്വാ, കിം കുർവൻ, എങ്ങനെയുള്ളവനായിട്ട്, ആക്രമയൻ, ആക്രമിക്കുന്നവനായിട്ട്. രാവണ ആക്രമയൻ വിലാസിനി ജഹാര. ആക്രമിക്കുന്നവനായിട്ടാണ്. എന്തിനെ ആക്രമിക്കുന്നവനായിട്ട്? ലോകാൻ, ലോകങ്ങളെ ആക്രമിക്കുന്നവനായിട്ട്. രാവണ ലോകാൻ ആക്രമയൻ വിലാസിനി ജഹാര. ഏത് ലോകങ്ങളെ? സർവാൻ ലോകാൻ, എല്ലാ ലോകങ്ങളെയും. രാവണ സർവാൻ ലോകാൻ ആക്രമയൻ വിലാസിനി ജഹാര. ചാന്നരവിയുണ്ട്. അപ്പോ രണ്ട് കാര്യം ഇവിടെ ചെയ്തു. ലോകങ്ങളെ ആക്രമിക്കുകയും ചെയ്തു, സ്ത്രീകളെ മോഷ്ടിക്കുകയും ചെയ്തു. അവസാനം രാവണ ലോകാൻ ആക്രമയൻ സർവാൻ ലോകാൻ ആക്രമയൻ വിലാസിനി ജഹാര ച. കിം കൃത്വ, എന്ത് ചെയ്തിട്ടാ ഇത്? വീണ്ടും എന്ത്? ഇതിന് തൊട്ട് മുമ്പുണ്ടായ പ്രവൃത്തി എന്തായിരിക്കണം? വിജിത്യ, വിജിത്യ ജയിച്ചിട്ട്, അതിന്റെ മേലിലങ്ങനെ ആധിപത്യം നേടിയിട്ടാണല്ലോ അതിനെ ആക്രമിക്കാൻ പറ്റുക അല്ലെ? പിന്നെയാണ് എല്ലാ നിഷ്ഠുര പ്രവൃത്തികളും ആ ദേശത്തിലെ ജനങ്ങളോട് ചെയ്യാൻ പറ്റുക. യുദ്ധമൊക്കെ വരുമ്പോ സംഭവിക്കുന്നതാണ് അല്ലെ? അവിടുത്തെ ഏറ്റവും യുദ്ധം വരുമ്പോ, ഇത്തരം ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, ഒരു ദേശത്തിന് ഇങ്ങനെ ഒരു സംരക്ഷണ കവചം തകർക്കപ്പെടുമ്പോ അവിടെ സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. അത് തന്നെയാണ് രാവണനും ചെയ്തത്. രാവണൻ ഈ കാര്യത്തിൽ വളരെ കുപ്രസിദ്ധി നേടിയാണ് ആളുമാണ് അല്ലെ? വിജിത്യ ജയിച്ചിട്ട്. എന്തിനെ ജയിച്ചിട്ട്? രസാം വിജിത്യ, ഭൂമിയെ ജയിച്ചിട്ട്. ഭൂമിയിലെ എന്ന് വെച്ചാൽ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും ജയിച്ചിട്ട് എന്നർത്ഥം. ഭൂമിയും വിജിത്യ. പുനഃക്യം വിജിത്യ? രസാതലം ച, രസാതലത്തിനെയും, ഭൂമിയെ മാത്രല്ല പാതാളത്തിനെയും ജയിച്ചു. രസാം രസാതലം ച വിജിത്യ എന്നർത്ഥം. ഏത് രാവണൻ? സ രാവണ. സ രാവണ, തു ഉണ്ടല്ലേ? അപ്പൊ സ രാവണ തു, ആ രാവണൻ പിന്നെ ആകട്ടെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. സ രാവണ തു. ഏത് രാവണൻ? ആ രാവണൻ, ഇങ്ങനെയൊക്കെ ചെയ്ത നമ്മൾ കണ്ട രാവണൻ. സ രാവണ തു രസാം രസാതലം ച ഏവ, അത് തന്നെ, അതിനെ തന്നെ ജയിച്ചിട്ട് എന്നർത്ഥം. അതിനെ ജയിക്കുക തന്നെ ചെയ്തിട്ട്, എല്ലാ അർത്ഥത്തിലും ജയിച്ചിട്ട് എന്നർത്ഥം. ഏവ എന്നുള്ള പ്രയോഗത്തിന് അങ്ങനെ അർത്ഥാതിശയത്തിനെ തരികയാണ്. എല്ലാ അർത്ഥത്തിലും ജയിച്ചിട്ട് എന്നുള്ള അർത്ഥത്തിനെ തരികയാണ്. രസാം രസാതലം ച ഏവ വിജിത്യ, വിജിത്യ ലോകാൻ സർവാൻ ലോകാൻ ആക്രമയൻ വിലാസിനി ജഹാര ച. അങ്ങനെ ഭൂമിയെയും പാതാളത്തിനെയും ജയിച്ചവനായ ഈ രാവണൻ എല്ലാ ലോകങ്ങളെയും ആക്രമിക്കുകയും ചെയ്തിട്ട് അവിടെയുള്ള എല്ലാ പ്രദേശത്തിലും ഏതെല്ലാം രാജ്യത്തിനെ താൻ തോൽപ്പിച്ച് അതിന്റെ അധിപനായി തീർന്നോ അവിടെയുള്ള എല്ലാ സ്ത്രീകളെയും അദ്ദേഹം മോഷ്ടിച്ച് പിന്നെ തന്റെ കൊട്ടാരത്തിലേക്കെല്ലാം കൊണ്ടുവന്നു എന്നർത്ഥം. അങ്ങനെ ഇതിന്റെ അന്വയം എങ്ങനെയാണ്? അപ്പൊ സ രാവണ തു രസാം രസാതലം ച ഏവ വിജിത്യ, അല്ലെങ്കിൽ വിജിത്യ ഏവ എന്ന് വേണമെങ്കിൽ, വിജിത്യ ഏവ ജയിക്കുക തന്നെ ചെയ്തിട്ട് എന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കണമെങ്കിൽ വിജിത്യ ഏവ എന്ന് പറയാം. വിജിത്യ ഏവ സർവാൻ ലോകാൻ ആക്രമയൻ വിലാസിനി ജഹാര എന്ന അന്വയം അർത്ഥം മനസ്സിലായി അല്ലെ? ആ രാവണനാകട്ടെ ഭൂമിയെയും പാതാളത്തിനെയും ജയിക്കുക തന്നെ ചെയ്തിട്ട്
എല്ലാ ലോകങ്ങളെയും ആക്രമിക്കുന്നവനായിട്ട് എല്ലാ സ്ത്രീകളെയും മോഷ്ടിച്ചു എന്നർത്ഥം. ഇവിടെ ഒരു പാഠഭേദമുണ്ട്. ആ പാഠഭേദത്തിന് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സൗന്ദര്യമുണ്ട്. ആക്രമയൻ എന്നുള്ള വാക്കിന് പകരം ആക്രന്ദയൻ എന്നൊരു വാക്കുണ്ട്. ചില സിദ്ധരൂപങ്ങളില്, ശ്രീരാമോദന്തത്തില്, സിദ്ധരൂപങ്ങളിലാണ്, സിദ്ധരൂപ പുസ്തകത്തിലാണ് ശ്രീരാമോദന്തം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുക. ആ ശ്രീരാമോദന്തത്തില് ആക്രമയൻ എന്നുള്ള വാക്കിന് പകരം ആക്രന്ദയൻ എന്നൊരു വാക്ക് കാണാം. അതിന് കൂടുതൽ സൗന്ദര്യമുണ്ട്. കാരണം എന്താ വെച്ചാല് ആദ്യം പറഞ്ഞു എല്ലാ ഭൂമിയെയും പാതാളത്തിനെയും അടക്കം ജയിച്ചിട്ട് എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ആക്രമണം ചെയ്തിട്ടെന്ന് പറയേണ്ട കാര്യം ഇല്ലല്ലോ, അല്ലെ? എന്നിട്ട് പറയണ ആക്രന്ദയൻ. ആക്രന്ദയൻ എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കുന്നവനായിട്ട് എന്നാണ്. അപ്പോ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കരയിപ്പിക്കുകയാണ്. പിന്നെ അവിടെ ചെയ്യുന്ന അങ്ങനെ ആധിപത്യം നേടിയെടുക്കുന്ന രാജ്യത്ത് പിന്നെ ഈ യുദ്ധം ചെയ്യുന്ന പടയാളികളും, രാവണൻ മാത്രമല്ലല്ലോ, രാവണന്റെ കൂട്ടാളികളൊക്കെ ഉണ്ട്. അവരൊക്കെ ചെയ്യുന്ന നിഷ്ഠുര പ്രവൃത്തികൾ അനേകമായിരിക്കും. നമുക്ക് സ്മരിക്കാൻ വയ്യാത്തതിൽ അധികമാണ്, അല്ലെ? നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിലും അനുഭവിക്കാണ്ടി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പല ഗ്രന്ഥങ്ങളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളിൽ വായിച്ചിട്ട് നമുക്കറിയാം. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളിലൊക്കെ ഇവര് ഈ യുദ്ധം ചെയ്യുന്നവരും കൂട്ടാളികളും ഒക്കെ ചെയ്യുന്ന നിഷ്ഠുര പ്രവൃത്തികള് ആ അധിപതി കാരണം തന്നെയാണല്ലോ അത് സംഭവിക്കുന്നത്. അപ്പൊ ആക്രന്ദയൻ, രാവണൻ ആക്രന്ദയൻ എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കുന്നവനായിട്ടാണ്. ആക്രന്ദയൻ കരയിപ്പിക്കുന്നവനായിട്ട് എന്ന ആ അർത്ഥത്തിനെ എടുക്കുമ്പോ കൂടുതൽ സൗന്ദര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പാഠഭേദത്തിൽ. ഏതാണ് പാഠഭേദമാകുമ്പോൾ നമുക്ക് ഏതാണ് ശരി എന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ശരി തെറ്റുകളിലേക്കല്ല പോകുന്നത്. അതിന്റെ അർത്ഥത്തിന്റെ സൗന്ദര്യം നോക്കുമ്പോൾ ലോകത്തെ എല്ലാം നേടി ജയിച്ച് അവരെ എല്ലാം കരയിപ്പിക്കുന്നവനായിട്ട് എന്നുള്ള അർത്ഥം ഉള്ളതെന്നുകൊണ്ട്. അല്ലെങ്കിൽ ഒരു ആവർത്തന വിരസതയാണ്. ആക്രമയൻ എന്ന് പറയുമ്പോൾ ആവർത്തന വിരസതയാണ് ഉള്ളത്. അതുകൊണ്ട് ആക്രന്ദയൻ എന്നുള്ള പാഠഭേദത്തിന് കൂടുതൽ സൗന്ദര്യമുണ്ട് അർത്ഥത്തിന്. ആക്രന്ദയൻ വിലാസിനി ജഹാരജ, സ്ത്രീകളെ മോഷ്ടിക്കുകയും ചെയ്തു എന്നർത്ഥം. അങ്ങനെ നമ്മൾ 9ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.